മുഹമ്മദ് റാഫി പറയുന്നത് കേട്ടല്ലോ. താങ്കൾക്കൊരു പക്ഷേ മുഹമ്മദ് റാഫിയൊക്കെ പരിചയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇവരൊക്കെ നേരിട്ട് അവിടെ വന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളൊക്കെയാണ്. ഇപ്പം അദ്ദേഹം പറയുന്ന താങ്കൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കേട്ടോ, അത് മെമ്പറെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല മാഡം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, നമുക്ക് മെമ്പർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല മാഡം. എന്താ വെച്ചാല് വിഒ കൊടുത്ത നിർദ്ദേശമാണ് മെമ്പറും നമ്മളോട് പറയുന്നത്. എന്താ വെച്ചാല് ഇത് മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് 2017 ലിസ്റ്റിൽ പേരുണ്ട്. ഞാൻ നേരിട്ട് റേഷൻ കാർഡ് കൊണ്ടുപോയി വിഒന്റെ മുഖാന്തരം റേഷൻ കാർഡ് കാണിച്ചിട്ട് വിഒ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് 2017 ലിസ്റ്റിൽ സാവിത്രി എന്ന പേരുണ്ട്, ആദ്യ പരിഗണനയായിട്ട് പ്രയോറിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നമ്മൾ തരും എന്ന് എന്നോട് പറഞ്ഞതാണ്. ഈ സാവിത്രി എന്ന് പറയുന്ന ഈ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ അതേ അഡ്രസ് ഒക്കെ തന്നെയല്ലേ ആ രേഖയിൽ ഉണ്ടായിരുന്നത് നിഷ? ഞാൻ റേഷൻ കാർഡ് കൊണ്ടുപോയിട്ടാണ് മാഡം അവർക്ക് കാണിച്ചത്. വിഒക്ക് റേഷൻ കാർഡ് നോക്കിയിട്ടാണ് അവർ എന്നോട് പറഞ്ഞത് ഇത് സാവിത്രിയാണ്, വൈഫ് ഓഫ് മിത്രനാണ്, കോട്ടാവൾപ്പാണ്, എല്ലാ കാര്യങ്ങളും. അത് എങ്ങനെ തെറ്റുപറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിർമ്മാണ ഉദ്യോഗസ്ഥൻ്റെ പിഴവാണ്. എന്താ വെച്ചാൽ ശരിക്കും അഡ്രസ്സ് കാര്യങ്ങൾ, നമ്പർ, റേഷൻ കാർഡ് നമ്പർ ഒന്നും നോക്കാതെ ഒരു സാവിത്രി കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ അത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. അല്ല, അപ്പൊ എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അന്ന് അതിനു മുൻപ് ഉത്തരവാദിത്തമല്ല. അതെ, നിങ്ങളപ്പോൾ അതിനു മുൻപ് താമസിച്ചിരുന്നത് ഏത് തരത്തിലുള്ള വീടാണ്? ഷെഡ് പോലെയുള്ള സ്ഥലത്തായിരുന്നോ? നമ്മൾ ഈ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പേ ഉണ്ടായ വീട് മാഡം 38 വർഷം പഴക്കമുള്ള വീടാണ്. അത് നമ്മൾ ഈ റിപ്പയറിങ് ചെയ്ത് പിന്നെ റിപ്പയറിങ് ചെയ്യാത്തൊരവസ്ഥയാണ്. മണ്ണിട്ട വീടാണ്. ആ വീട്ടിൽ എൻ്റെ 2 അനിയന്മാരും അസുഖബാധിതരാണ്. അച്ഛന് ജോലിക്ക് പോകാൻ കഴിയില്ല, അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഞാനാണ് അവരെ നോക്കുന്നത് മാഡം. അപ്പോൾ എൻ്റെ വീട് എന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം മുതലേ നമ്മൾ എഴുതിയിട്ടിടുന്നുണ്ട് ഒരു വീട് എന്നുള്ള സ്വപ്നത്തിന്. ഇതിൽ പേരുണ്ടെന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ കുടുംബ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. പക്ഷെ അവിടെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടി ഇവരെല്ലാ കാര്യം നോക്കുന്നത് ഞാനാണ്. മരുന്ന് കാര്യങ്ങൾ, ഫുഡ്, ഭക്ഷണം. അതെ, അപ്പോൾ ഈ ഇത്തരത്തിൽ വീടുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്ന ആ പഴയ വീട് പൊളിച്ചു മാറ്റിയത് അല്ലേ? പിന്നീട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പുതിയ വീടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ മറ്റെന്തൊക്കെ? അതെ മാഡം, ആദ്യം നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ട എഗ്രിമെന്റ് എല്ലാം തയ്യാറാക്കുക. മീൻസ് തയ്യാറാക്കുന്ന പറഞ്ഞാൽ പെർമിഷൻ എടുക്കുക, എഞ്ചിനീയറെ പോയിട്ട് കാണുക, പ്ലാൻ റെഡിയാക്കുക, ഉള്ള വീട് പൊളിക്കുക, പിന്നെ നിരത്തുക, പിന്നെ എഞ്ചിനീയറുകൾ കാണാൻ പെർമിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ കോൺട്രാക്ടർ വന്ന് വീട് നോക്കി അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് അയക്കുടിയിലെല്ലാം വെള്ളം വറ്റുന്ന സമയമാണ്, അവിടെല്ലാം വെള്ളം കുറവാണ്, അപ്പോൾ ബോറിടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോറിട്ടു, എല്ലാം റെഡിയായി മാഡം. എഗ്രിമെന്റ് അടക്കം ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? ഒപ്പിട്ട് വാങ്ങിച്ചു. അമ്മയും സഹോദരന്മാരും അച്ഛനും താമസിക്കുന്നത് ഇപ്പോ എവിടെയാണ്? ഇപ്പോ മഴ വരുന്നതിന് ഇപ്പൊ നമ്മള് വാടക വീട്ടിലാണ് മാഡം. എന്താ വെച്ചാല് 2 ആഴ്ചയായി വാടക വീട്ടിലേക്ക് മാറിയിട്ട്. അതിനു മുമ്പ് ഞങ്ങൾ ആ ഷെഡിലായിരുന്നു താമസം. എന്താ വെച്ചാല് ഞാൻ തന്നെ ആ ഷെഡ് കെട്ടിയിട്ട് അവരവിടെ താമസിപ്പിച്ചു. എത്ര കാലമായി ദുരവസ്ഥ എന്ന് കൂടി പറഞ്ഞാൽ എനിക്കൊരു ഇടവേളയിലേക്ക് പോകാം. വെള്ളമെല്ലാം കേറിയിട്ട്. ഓക്കെ മാഡം. അല്ല, എത്ര കാലമായി ഇങ്ങനെ താമസിക്കുന്നു? ഷെഡിലും പിന്നീട് വാടക വീട്ടിലും? ഞങ്ങള് ഷെഡില് ഇപ്പോൾ ഈ പഞ്ചായത്ത് പൊളിച്ചു മാറ്റിയില്ലേ, അപ്പൊ ഞങ്ങൾ അമ്മേരെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു 1 മാസത്തോളം. എന്താ വെച്ചാല് അവിടെ ഇപ്പോൾ ഈ കുഞ്ഞ് ഉള്ളിൽ തന്നെ മോഷൻ ചെയ്യും, ഉള്ളിൽ തന്നെ മൂത്രമൊഴിക്കും. പിന്നെ സുഖമില്ലാത്ത ഒരു അനിയനും കൂടിയുണ്ട്. പിന്നെ അച്ഛനും കുറച്ച് കള്ളു കുടിച്ച വെള്ളടി, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അച്ഛൻ പണിക്ക് പോവും കൊണ്ടുവരും. പിന്നെ ചിലപ്പോൾ പണിക്ക് പോകാൻ പറ്റാറില്ല, ഷുഗർ പ്രഷറിലാണ്. ആഴ്ചയിൽ ഒരു പണി.